ഒരു കാറിൻ്റെ ഷേപ്പ് എങ്ങനെ ഇല്ലുസ്ട്രേറ്റർ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് വേണ്ടത് ആദ്യം റെക്റ്റാങ്കിൾ എടുത്തു ഒരു സ്ക്വയർ വരയ്ക്കണം. ഓക്കെ, സ്ക്വയർ വരച്ചു. നമുക്ക് ഫിൽ കളർ വേണ്ട, ഫിൽ കളർ ഒഴിവാക്കുക. ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഉള്ളിലേക്കാക്കി കൊടുക്കാം. ഇതിൻ്റെ സ്ട്രോക്ക് വളരെ കുറവാണ്, ഒന്ന് കൂട്ടുന്നുണ്ട്. ഓക്കെ, ലെഫ്റ്റ് റൈറ്റ് ഇതുപോലെ ഉള്ളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ശേഷം ഇതിൻ്റെ നീളം കൂടുതലാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. വീണ്ടും ഒരു റെക്റ്റാങ്കിൾ കൂടി എടുത്ത് വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വശങ്ങളൊന്ന് സ്മൂത്താക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ നീളം ഒന്നും കൂടി കുറച്ചു. രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനെ രണ്ടിനെയും കൂടി മെർജ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പാത്ത് ഫൈൻഡറിൽ യൂണിറ്റ്, അപ്പോൾ അത് രണ്ടും മെർജായി. ഇനി നമുക്കതിൽ ഇതിൻ്റെ ഉള്ളിലൊരു റെക്റ്റാങ്കിൾ കൂടി വരച്ചു കൊടുക്കാം. ശേഷം ഇതിൻ്റെ ഒന്ന് നീളം കൂട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിനെ എന്ത് ചെയ്യാം, ഇതിനെ ജസ്റ്റ് ഒന്നുകൂടി ടോട്ടൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഭാഗത്തിനെ കട്ട് ചെയ്ത് കളയാം. അതിന് വേണ്ടിയിട്ട് മൈനസ് ഫ്രണ്ട്. ഓക്കെ, അത് കട്ട് ചെയ്തു. ഇനി ഇതിന് കളറ് ബ്ലാക്ക് കളറ്. ഓക്കെ, ഇതിനൊന്ന് മെർജ് ചെയ്യുന്നുണ്ട്. സെലക്ട് ചെയ്തു, യൂണിറ്റ്. ഓക്കെ, ഇനി നമുക്കിവിടെ രണ്ട് ടയറിൻ്റെ സ്പോട്ട് ക്രിയേറ്റ് ചെയ്യണം. ഒന്നിവിടെ ഇതിനെ വീണ്ടും കട്ട് ചെയ്ത് കളയണം. സെലക്ട് ചെയ്തു, മൈനസ് ഫ്രണ്ട്. ഓക്കെ, ഉള്ളിലേക്ക് വീണ്ടും സ്ട്രോക്ക് മാത്രം മതി. ഓക്കെ, ഇനി സ്ട്രോക്കിൻ്റെ കട്ടി കൂട്ടാം. ഇനി ഇതിൻ്റെ കോപ്പി എടുത്ത് വെക്കാം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഒരു കാറിൻ്റെ സിമ്പൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.